നമ്മളെല്ലാവരും രാവിലെ എണീക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് കണ്ടാൽ എങ്ങനെയായിരിക്കും? ആ ഒരു ദിവസം നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒന്നായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഞങ്ങളിന്ന്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള വണ്ണപ്പുറം എന്ന സ്ഥലത്ത് കോട്ടപ്പാറ അതിലൊരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും മനോഹരമായിട്ടുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടപ്പാറയെ തൊടുപുഴക്കാരുടെ മീശപ്പുലിമല എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, മീശപ്പുലിമലയിലുള്ള പോലത്തെ മഞ്ഞ് വീഴുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോട്ടപ്പാറയെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കോട്ടപ്പാറയിൽ ഈ ഒരു മഞ്ഞ് വീഴുന്നത് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ 5 മണിക്ക് എണീറ്റിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ ട്രാവലുണ്ട്, 54 കിലോമീറ്ററോളം ട്രാവലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ളൊരു മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഈ ഒരു കോട്ടപ്പാറയിലേക്കുള്ളത്. തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ വണ്ണപ്പുറം റൂട്ടിൽ വന്നിട്ട് ഈ ഒരു കോട്ടപ്പാറയിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ നമ്മളത് പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കുറച്ച് ലേറ്റായി. കാരണം ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയെങ്കിൽ പോലും ട്രാവൽ ഉള്ളതുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആവാറായി ഈ ഒരു കോട്ടപ്പാറയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ, കാരണം കുറച്ച് ടൈം ലേറ്റ് ആയോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നിറയെ റബ്ബർ തോട്ടങ്ങളാണ്, 2 വശത്ത് റബ്ബർ തോട്ടങ്ങളും അതിന് നടുവിലായിട്ട് നമുക്കിങ്ങനെ മഞ്ഞ് വീഴ്ന്ന് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. കാരണം ഈ ഒരു വഴിയിലൊക്കെ ഫുൾ മരങ്ങളും ആ ഒരു മോർണിംഗ് വ്യൂ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, മനോഹരമായിട്ടുള്ളൊരു റോഡുകളും മരങ്ങളും എല്ലാം ആണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ ഒരു കോട്ടപ്പാറയിലേക്ക് സഞ്ചാരികൾ കൂടുതലായിട്ട് എത്തുന്നത്. കാരണം ആ ഒരു ടൈമിലാണ് ഇവിടെ മഞ്ഞ് വീഴുന്നതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഒരു സീസൺ ടൈം അല്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു മോർണിംഗ് വ്യൂ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോകുന്ന വഴിയിൽ ഇതുപോലെ മലകൾ കാണാൻ പറ്റും. അപ്പോൾ അതിന് താഴെയായിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് മഞ്ഞ് വീണ് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആയി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും എന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും ആ ഒരു സൺറൈസും ആ ഒരു മഞ്ഞ് മൂടിയതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ വണ്ണപ്പുറം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ണപ്പുറത്ത് നിന്നാണ് ഈ ഒരു കോട്ടപ്പാറയിലേക്ക് നമുക്ക് പോകേണ്ടത് കേട്ടോ. വണ്ണപ്പുറത്ത് നിന്ന് ഏകദേശം 3.5 കിലോമീറ്ററാണ് കോട്ടപ്പാറയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കോട്ടപ്പാറയുടെ ആ മലയുടെ മുകളിലേക്ക് കയറാനായിട്ടുള്ള വളവുകളാണ്. അപ്പോൾ ഈ ഒരു വളവുകൾ കയറുമ്പോൾ എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുകയാണ്. അപ്പോൾ ചെറിയൊരു റോഡാണ് എങ്കിൽ പോലും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഹെയർ പിൻ വളവുകൾ പോലെ ഇങ്ങനെ നമ്മൾ ആ ഒരു മല കയറി ചെല്ലുമ്പോഴാണ് ഈ ഒരു കോട്ടപ്പാറയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ മലയൊക്കെ കയറി ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലെത്തിയിട്ട് ഇതിൻ്റെ മെയിൻ വ്യൂ കാണണമെങ്കിൽ ഒരു 100 മീറ്ററും കൂടി നമ്മൾ ഉള്ളിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു കാടൊക്കെ കയറി വന്നിട്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സ് നിറയെ അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ 7 മണി ആയതുകൊണ്ട് കുറച്ചൊക്കെ മഞ്ഞൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ കാണാനായിട്ട് വരുവാണെങ്കിൽ മാക്സിമം ഒരു 6 മണിക്ക് മുന്നെങ്കിലും എത്തുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. അതുപോലെ ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഫുൾ മഞ്ഞ് മൂടി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും
ഇവിടെ മഞ്ഞുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മഞ്ഞിൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് ഇവിടുത്തെ സൺറൈസൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങളുടെ ഒരു ഡേ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും പോസിറ്റീവ് എനർജിയും കിട്ടിയ ഒരു ഡേ കൂടിയാണ്. കാരണം ഇവിടെ വന്ന് ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് ഒരുപാട് നിറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.